ആടുജീവിതം എന്ന സിനിമയിൽ പൃഥ്വിരാജ് നജീബ് എന്ന റിയൽ ലൈഫ് ക്യാരക്ടറായാണ് വേഷമിട്ടത് എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ മറ്റു പല ആക്ടേഴ്സും ഇത്തരം ചില റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമയിൽ സുശാന്ത് സിംഗ് രജ്പുത്താണ് MS ധോണിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. 83 എന്ന സിനിമയിൽ കപിൽ ദേവായി എത്തിയിരിക്കുന്നത് രൺവീർ സിംഗ് ആണ്. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ്. റോക്കട്രി ദ നമ്പി ഇഫക്റ്റ് എന്ന സിനിമയിൽ സയന്റിസ്റ്റ് നമ്പി നാരായണനെ അവതരിപ്പിച്ചിരിക്കുന്നത് R മാധവനാണ്. സുരറൈ പൊട്രു എന്ന സിനിമയിൽ ഡെക്കാൻ എയർലൈൻസിന്റെ സ്ഥാപകനായ GR ഗോപിനാഥായി എത്തിയിരിക്കുന്നത് സൂര്യയാണ്. മമ്മൂട്ടിയാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന സിനിമയിൽ ഡോക്ടർ BR അംബേദ്കറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പിനെ കേന്ദ്ര കഥാപാത്രമായി ചിത്രീകരിച്ചിരിക്കുന്ന കുറുപ്പ് എന്ന സിനിമയിൽ കുറുപ്പായി എത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. ഇരുവർ എന്ന സിനിമയിൽ MGRനെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലാണ്. ഭാർഗവി നിലയത്തിന്റെ പുത്തൻ പതിപ്പായ നീല വെളിച്ചത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായി എത്തിയിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. എന്ന് നിന്റെ മൊയ്തീനിലെ മൊയ്തീനായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജാണ്. സഞ്ജയ് ദത്തിന്റെ ജീവിതകഥ പറയുന്ന സഞ്ജു എന്ന സിനിമയിൽ സഞ്ജയ് ദത്തായി എത്തിയിരിക്കുന്നത് രൺബീർ കപൂറാണ്. മഹാനടി എന്ന സിനിമയിൽ പ്രശസ്ത നടി സാവിത്രിയെ അവതരിപ്പിച്ചിരിക്കുന്നത് കീർത്തി സുരേഷാണ്. പാറ്റ്മാൻ എന്ന സിനിമയിൽ അരുണാചലം മുരുകാനന്ദം എന്ന സാമൂഹ്യ പ്രവർത്തകനെ അവതരിപ്പിച്ചിരിക്കുന്നത് അക്ഷയ് കുമാറാണ്. പ്രശസ്ത ഇന്ത്യൻ ബോക്സിംഗ് താരം മേരി കോമിന്റെ ജീവിതകഥ ആസ്പദമാക്കിയുള്ള മേരി കോം എന്ന ചിത്രത്തിൽ മേരി കോമിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രിയങ്ക ചോപ്രയാണ്. ജയസൂര്യയാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായ VP സത്യന്റെ ജീവിതകഥ പറയുന്ന ക്യാപ്റ്റൻ എന്ന സിനിമയിൽ VP സത്യനായി എത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ജീവിതകഥ പറയുന്ന ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സിനിമയിൽ മൻമോഹൻ സിംഗായി എത്തിയിരിക്കുന്നത് അനുപം ഖേറാണ്. ഷേർഷാ എന്ന സിനിമയിൽ ക്യാപ്റ്റൻ വിക്രം ബാട്ര എന്ന റിയൽ ലൈഫ് ഹീറോയെ അവതരിപ്പിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് മൽഹോത്രയാണ്. ഇന്ത്യക്ക് തന്നെ അഭിമാനമായ ഗീത ഫോഗട്ട്, ബബിത ഫോഗട്ട് തുടങ്ങിയ അനേകം വനിതാ റെസ്ലർമാരെ സമ്മാനിച്ച കോച്ചും പിതാവുമായ മഹാവീർ സിംഗ് ഫോഗട്ടിനെ അമീർ ഖാനാണ് ഡംഗാൾ എന്ന സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ വീരശൂരപരാക്രമിയായ രാജാവ് ഗൗതമിപുത്ര ശതകർണിയെ അവതരിപ്പിച്ചിരിക്കുന്നത് നന്ദമുരി ബാലകൃഷ്ണനാണ്. മേജർ എന്ന സിനിമയിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനായി എത്തിയിരിക്കുന്നത് ആദിവിശേഷാണ്. ഇന്ത്യൻ ഓസ്ട്രേലിയൻ ബിസിനസ്മാനായ സാരു ബ്രിയർലിയുടെ ജീവിതകഥ ആസ്പദമാക്കിയുള്ള ലയൺ എന്ന സിനിമയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേവ് പട്ടേലാണ്. AB വാജ്പേയിയുടെ ജീവിതകഥ അടിസ്ഥാനമാക്കിയുള്ള മേ മഡൽഹൂം എന്ന സിനിമയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പങ്കജ് ത്രിപതിയാണ്. കേരളവർമ്മ പഴശ്ശിരാജ, മമ്മൂട്ടിയുടെ ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രം. ശകുന്തളാദേവി, മനുഷ്യ കമ്പ്യൂട്ടറായ ശകുന്തളാദേവിയുടെ ജീവിതകഥ പറയുന്ന സിനിമയിൽ ശകുന്തളാദേവിയെ അവതരിപ്പിച്ചിരിക്കുന്നത് വിദ്യാബാലനാണ്. ഇന്ത്യയുടെ പ്രശസ്തി ലോകമെങ്ങും എത്തിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ കഥ പറയുന്ന രാമാനുജൻ എന്ന സിനിമയിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അഭിനയ് വാർഡിയാണ്. കർണാടകയിലെ ചന്ദനക്കാടുകളെ വിറപ്പിച്ചിരുന്ന ഒരു കാലത്ത് പോലീസിന് നോട്ടപ്പുള്ളിയായിരുന്ന വീരപ്പന്റെ ജീവിതകഥ പറയുന്ന കില്ലിംഗ് വീരപ്പനിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സന്ദീപ് ഭരദ്വാജാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന മിതാലി രാജിന്റെ കഥ പറയുന്ന മിഥു എന്ന സിനിമയിൽ മിതാലി രാജിനെ അവതരിപ്പിച്ചിരിക്കുന്നത് താപ്സി പന്നുവാണ്. എമർജൻസി, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടം ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ഇന്ദിരാഗാന്ധിയായി എത്തിയിരിക്കുന്നത് കങ്കണ റണാവത്താണ്. പത്മാവതി എന്ന സിനിമയിൽ ഹിസ്റ്ററിക്കൽ ക്യാരക്ടർ പത്മാവതിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ദീപിക പദുക്കോണാണ്.